വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനും ഇവിടെ ഒരുവിധം സുഖമായിരിക്കുന്നു. പിന്നെ നിങ്ങൾ ഓരോരുത്തരും എന്നോട് കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്നുവരെ ലൈക്ക് ചെയ്തിട്ടുള്ളവർക്കും ഷെയർ ചെയ്തിട്ടുള്ളവർക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടി ഞാൻ പറയട്ടെ. എൻ്റെ മനസ്സിൽ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 2K ആയിട്ടുണ്ട്. നിങ്ങൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. അതിൽ നിങ്ങളാണ് എന്നെ ഈ 2K വരെ കൊണ്ടെത്തിച്ചത്. ഇനിയും എന്നെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം. പിന്നെ ഇന്ന് ഞാൻ ഇനിയും ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യണേ. ഞാൻ ഇപ്പോഴും പിന്നെ ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് മൺഡേ ആണ്. ഞാൻ നമ്മുടെ വീട്ടിനടുത്തുള്ള ഉദയമാർത്താണ്ഡേശ്വര ശിവക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. മാർത്താണ്ഡ മഹാരാജവുമായി ബന്ധപ്പെട്ട കഥയൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വേണ്ടി പോവുകയാണ്. പോയിട്ട് വന്നതിന് ശേഷമുള്ള നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. പോയിട്ട് വരട്ടെ. ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വീട്ടിൽ വന്നു കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കിച്ചണിലോട്ട് കയറുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ്. ഞാൻ അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. കറിയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് കൂട്ടുകറി. എൻ്റെ സൗണ്ട് കുറഞ്ഞു പോയി ഇന്നലെ ആരും കമൻറ്റ് ഇട്ട്. ഞാൻ ഉറക്കെ അതുകൊണ്ട് പറയുകയാണ്. ഉറക്കെ പറയുന്നു. വന്നിടം ഒരു ഗ്ലാസ് പാല് കാച്ചി കുടിക്കുന്നതിന്. ഇനി ഞാൻ അപ്പം ഉണ്ടാക്കട്ടെ. ആദ്യത്തെ അപ്പം ഒടിച്ചു ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് അടച്ചാൽ മതി എന്ന് പറയും. അപ്പം റെഡിയായി നല്ല സ്പോഞ്ചായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ട്. ഈ അപ്പത്തിൽ പച്ചരി, കുറച്ച് ചോറ്, അര കിലോ പച്ചരിയാണ് ഞാൻ എടുത്തിരുന്നത്. കുറച്ച് ചോറ്, കുറച്ച് തേങ്ങ. ഈ പച്ചരി 3-4 മണിക്കൂർ കുതിർക്കാൻ വെള്ളത്തിലിടും. അത് വെള്ളത്തിലിടുമ്പോൾ അതിനോടൊപ്പം ഒരു നുള്ളു ഉഴുന്ന്, ഒരു നുള്ളു ഉലുവ എന്നിവ കൂടെ ചേർക്കും. അത് കുതിർത്തതിന് ശേഷം കഴുകിയെടുത്ത് കുറച്ച് തേങ്ങ, കുറച്ച് ചോറ് എന്നിവ ചേർത്ത് അരച്ചിട്ട് അര കിലോ അരിക്കുന്നതിന് ഒരു സ്പൂൺ ദോശമാവും കൂടെ ചേർക്കും. ദോശമാവും, ഒരു 2 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് കലക്കി അനക്കാതെ വച്ചേക്കും. ഒരു 8 മണിക്കൂർ ആകുമ്പോഴേക്കും അപ്പത്തിൻ്റെ മാവ് റെഡിയാവും. ഇതിപ്പോൾ ഇന്നലെ ഞാൻ വൈകുന്നേരം 5 മണിക്ക് അരച്ചതാണ്. അതുകൊണ്ട് നല്ല പൂപോലത്തെ അപ്പം. 2 അപ്പം മതിയാവും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന്. 2 അപ്പം, ഉരുളക്കിഴങ്ങ് കൂട്ടുകറി, ഒരു ഗ്ലാസ് പാൽ. ഇത്രയാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഇന്നത്തെ സ്മാൾ വീഡിയോ. എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. മതി, എനിക്ക് കുറച്ച് കറി മതിയാവും. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇത്രയും സമയം എൻ്റെ വീഡിയോ